മാധവൻ സാറ് ഇവിടെ വന്ന് സംസാരിക്കുവാൻ വേണ്ടി തയ്യാറല്ല എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് സംസാരിക്കുവാൻ വേണ്ടി കഴിയില്ല. നിങ്ങളുടെ ചോദ്യങ്ങൾക്കെല്ലാം വേണ്ട രീതിയിൽ ഉത്തരം പറയാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാവരും മാധവൻ സാറോട് ചോദിക്കുവാനുള്ള ചോദ്യങ്ങൾ ചോദിക്കുകയും നമുക്ക് വേണ്ട ഉത്തരങ്ങൾ വാങ്ങുകയും ചെയ്യണം. അതുകൊണ്ട് ഇന്ന് ഭാരതത്തിലെ ഈ ആയുർവേദ ചികിത്സയെ, പരമ്പരാഗതമായ ആയുർവേദ ചികിത്സയെ നിലനിർത്തണമെങ്കിൽ, അല്ലെങ്കിൽ അതിന്റെ പ്രൗഢിയെ കാത്തു സൂക്ഷിക്കണമെങ്കിൽ, നിങ്ങളുടെയും എന്റെയും ആയിട്ടുള്ള ഈ ചികിത്സാ ശാസ്ത്രത്തെ സംരക്ഷിക്കണമെങ്കിൽ നമ്മൾ മുന്നിട്ടിറങ്ങേണ്ടിയിരിക്കുന്നു. അല്ലെങ്കിൽ നമുക്കുണ്ടാവുക ഡയാലിസിസ് സെന്ററുകൾ മാത്രമായിരിക്കും. ഇന്ന് ഡയാലിസിസ് സെന്ററുകൾ വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നു. നമ്മൾ ഡയാലിസിസ് സെന്ററുകൾ ഇല്ലാത്ത അവസ്ഥയെക്കുറിച്ച് ചിന്തിക്കുന്നില്ല. നമ്മുടെ ഇനിയുള്ള കാലങ്ങൾ ഡയാലിസുകളുടെ കാലമാണെന്ന് നമ്മൾ ചിന്തിച്ചുകൊണ്ടേയിരിക്കുന്നു. അതുകൊണ്ടാണ് കോടിക്കണക്കിന് ഉറുപ്പിക പിരിച്ചെടുക്കുവാൻ വേണ്ടി നമ്മൾ തയ്യാറായി പോകുന്നത്. ഈ കിഡ്നി രോഗത്തെ എങ്ങനെ ഉന്മൂലനം ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് മനുഷ്യന് വന്നുവിടുന്ന രോഗങ്ങളെ എങ്ങനെ ഉന്മൂലനം ചെയ്യാം എന്ന് ചിന്തിക്കുന്നതല്ലാതെ അവയെ ചികിത്സിക്കുവാൻ വേണ്ടി എങ്ങനെയുള്ള കേന്ദ്രങ്ങൾ തുടങ്ങാം എന്നുള്ള കാര്യത്തിലാണ് നാം വ്യാകുലപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ചുറ്റും ആശുപത്രികൾ വളർന്നുകൊണ്ടേയിരിക്കുകയാണ്. ഈ ആശുപത്രികളെയൊക്കെ നിലനിർത്തണമെങ്കിൽ രോഗികൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കണം, രോഗികളെ സൃഷ്ടിച്ചുകൊണ്ടേയിരിക്കണം. ഇന്ന് ചികിത്സാശാസ്ത്രത്തെ അല്ലെങ്കിൽ എന്ത് പഠിക്കണമെന്ന് നിർണ്ണയിക്കുന്നത്, അല്ലെങ്കിൽ ആയുർവേദ കോളേജുകൾ അല്ലെങ്കിൽ വൈദ്യശാസ്ത്ര പഠനം എങ്ങനെയായിരിക്കണമെന്ന് തീരുമാനിക്കുന്നത് ഔഷധ കമ്പനികളാണ്. ഔഷധ കമ്പനികളാണ് വൈദ്യ വിദ്യാർത്ഥി എന്തു പഠിക്കണമെന്ന് ചിന്തിക്കുന്നത്. ഇങ്ങനെയുള്ള ഒരു അവസ്ഥയിലൂടെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഭാരതം മുഴുവൻ രോഗാതുരമായി മാറും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ആശുപത്രികളിൽ സമീപിക്കുമ്പോൾ നമ്മുടെ കുടുംബത്തെ ഇല്ലാത്തൊരവസ്ഥയിലേക്കാണ് പോകുന്നത്. അതുകൊണ്ട് ഈ ആശുപത്രികളില്ലാതെ അല്ലെങ്കിൽ രോഗങ്ങളില്ലാതെ രോഗങ്ങളെ എങ്ങനെ തടയാം എന്ന് ചിന്തിക്കുമ്പോൾ അപ്പോഴാണ് നാം ഇതുപോലുള്ള മഹാരഥന്മാരുടെ വിജ്ഞാനത്തെ നമ്മളിലേക്ക് എത്തിക്കുവാൻ വേണ്ടി ശ്രമിക്കുക. അതുകൊണ്ട് ഇതുപോലുള്ള മഹാരഥന്മാരുടെ വിജ്ഞാനത്തെ ഏറ്റുവാങ്ങുവാൻ വേണ്ടി നിങ്ങൾ തയ്യാറാവുക. നിങ്ങളുടെ സംശയങ്ങൾ, നിവാരണങ്ങൾ നടത്തുവാൻ വേണ്ടി ക്ഷണിക്കുന്നു.